മോട്ടർ മേളിൽ നിന്ന് പിന്നെ ഫൗണ്ടേഷനിൽ നിന്ന് ഒടിഞ്ഞ് അവിടെ കയറ്റിയിട്ട് 7,90,000 രൂപയുടെ പണിയാണ് ചെയ്തത്. ഇതേ വണ്ടിയുടെ ആദ്യത്തെ സംഭവം ആളാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ പേരറിയുന്നില്ല എന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഷോറൂമിലെ മാനേജർക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. 5,25,000 കൊട്ടേഷൻ തന്ന വണ്ടി അവിടെ നിന്ന് എടുത്തു പോകുന്നതിന് ശേഷം വിളിച്ചിട്ട് 70,000 രൂപയ്ക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. 2 ബോൾട്ടിൽ എഞ്ചിൻ ഫൗണ്ടേഷനിൽ നിന്ന് 2 ബോൾട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഇത് വണ്ടിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലെ ഒരു സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു, ടാറ്റയുടെ നെക്സോണിൻ്റെ. അപ്പം സർവീസിൻ്റെ കുറച്ച് ഉണ്ടായ മോശം അനുഭവങ്ങളും കാര്യങ്ങളെക്കുറിച്ച് അന്നപ്പോഴാണ് നമ്മൾ വിളിക്കുന്നതും സംസാരിച്ച് കാര്യങ്ങളെക്കുറിച്ചൊന്നും ചോദിക്കുന്നത്. ആക്ച്വലി എന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ, ലക്ഷങ്ങൾ അവർ പറഞ്ഞ ഒരു സർവീസ് കോസ്റ്റ് അത് നേരെ 4,000 രൂപയിൽ സാറത് ഒതുക്കി എന്നുള്ളത് ശരിക്കും കുറച്ച് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റിലെ എന്തായിരുന്നു ആക്ച്വലി വണ്ടിക്ക് എന്താണ് സംഭവിച്ചത്? അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് ആദ്യം ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്കത് രണ്ടാമത് പറയാം. ഇത് ജൂൺ 10 രാത്രിയിൽ എൻ്റെ വൈഫ് ഒരു അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വെട്ടിക്കോട് ഭാഗം ഒരു സാധാരണ ഇവിടുത്തെ ബമ്പെന്ന് പറയുന്നത് നമുക്ക് നല്ല സ്പീഡിൽ വന്നാലും കയറിപ്പോയാൽ കുഴപ്പം വരില്ല. പക്ഷേ ഇടയ്ക്ക് ചില ബമ്പ് ഇങ്ങനെ റാബോയിലുള്ള ബമ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് അറിയുന്ന റോഡാണ്, സ്ഥിരമായിട്ട് അതിലൂടെ പാസ് ചെയ്യുന്നതാണ്. പക്ഷേ രാത്രിയിലായതുകൊണ്ട് എന്തോ സംസാരിച്ച് പറഞ്ഞു എൻ്റെ വന്നാകാം. ആ ബമ്പിൻ്റെ പുറത്ത് കയറുമ്പോൾ എത്ര ആയാലും വണ്ടിക്ക് ഒരു 40 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ റോഡ് മാക്സിമം 60 കിലോമീറ്റർ മേളിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 80 കിലോമീറ്റർ സ്പീഡോ 45 ആയിരിക്കാം. ബമ്പെ ചാടി വണ്ടി. ബമ്പെ ചാടി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി ബ്രേക്ക് ചെയ്തു, ബമ്പ് ചാടി ഇറങ്ങി. അത് കഴിഞ്ഞ് ഈ വണ്ടി മുന്നോട്ട് പോകുന്നില്ല, പക്ഷേ എഞ്ചിൻ സ്റ്റാർട്ടായി നിൽക്കുക. പുള്ളിക്കാരി ബ്രേക്ക് ഔട്ട് നിർത്തി ന്യൂട്രാക്കി. ഇച്ചിരി കഴിഞ്ഞ് ഒന്നുകൂടെ കാരണം രാത്രിയല്ല, വീട്ടിൽ വരേണ്ടതല്ല, പുള്ളിക്കാരി വീണ്ടും ഡി ഇട്ട് കഴിയുമ്പം ആക്സിലേറ്ററിൽ കൊടുക്കുമ്പോൾ ബ്രറെന്നുള്ളൊരു സൗണ്ട് വന്നു. അങ്ങനെ പുള്ളിക്കാരി ഉടൻ തന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു എംപ്ലോയിയെ വിളിച്ചു. ആ രാത്രിയുള്ള എംപ്ലോയി അവരുടെ സ്വന്തം വണ്ടി കൊണ്ടുവന്ന് പുള്ളിക്കാരിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ രാത്രി വരുമ്പോൾ ഞാൻ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു വണ്ടി ഇതുപോലെ ഒരു ബമ്പെ ചാടി വണ്ടി ഓടുന്നില്ല. ശരി, നാളെ റിക്കവർ ചെയ്ത് സർവീസ് സെൻറ്ററിൽ കൊടുക്കാമെന്ന് ഞാനും കിടന്നു, പുള്ളിക്കാരിയും കിടന്നു. രാവിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് റിക്കവറി വണ്ടി വന്ന് ഈ സ്ഥലം പറഞ്ഞു കൊടുത്തു, താക്കോലും കൊടുത്തു. അവിടുന്ന് ഈ വണ്ടി ഭരണിക്കാവെന്ന് പറയുന്ന സ്ഥലം, കാരണം ഇപ്പോൾ NCS അടുത്ത് ഇല്ല, NCS പൂട്ടിപ്പോയി. അങ്ങനെ ഭരണിക്കാവിലാണ് അടുത്തത്. അങ്ങനെ അവിടെ വണ്ടി അവിടെ എത്തിച്ചു. അപ്പം ഫസ്റ്റിലെ സർവീസ് സെൻറ്ററിൽ ആദ്യം കൊണ്ടുവന്നപ്പോഴത്തേക്കുള്ള ഒരു എന്താണ് ഫസ്റ്റ് ഡേയിൽ അവർ വണ്ടി റിസീവ് ചെയ്തിട്ട് റിക്കവറി വാൻ തിരിച്ചു പോകുന്നു. അന്ന് അവരത് നോക്കിയിട്ടില്ല. പിറ്റേന്ന് ഏതാണ്ട് രാവിലെ 10 മണിക്കോ 11 മണിക്കോ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിച്ചു. അവർ വിളിച്ചിട്ട് പറയുന്നത് ഈ വണ്ടി മൊത്തം പൊളിഞ്ഞു പോയി, വണ്ടിയുടെ റേഡിയേറ്ററും വണ്ടിയുടെ ഫാനും വണ്ടിയുടെ മോട്ടർ മേളിൽ നിന്ന് പിന്നെ ഫൗണ്ടേഷനിൽ നിന്ന് ഒടിഞ്ഞത് കാരണം ഇത് മുന്നോട്ട് പോയിട്ട് ജമ്പ് ചെയ്ത് ഇടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ പണിയാണ്. ഫാനും എല്ലാം പോയി, ഫാനും റേഡിയേറ്ററും എല്ലാം പോയി. മോട്ടർ വിട്ടു പോയതിന് ശേഷം എഞ്ചിൻ ഫൗണ്ടേഷനിൽ നിന്ന് 2 ബോൾട്ട് എല്ലാം ടൈറ്റ് ചെയ്തിരിക്കുന്നത്, അത് ബോൾട്ട് ഒടിഞ്ഞു പോയി. അതിനുശേഷമാണ് ഈ ഫാനും ഇതെല്ലാം കൂടെ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്ന് പറയുകയാണ്. ഓക്കെ. അപ്പോൾ വൈഫിനത് കൂടുതൽ മനസ്സിലാകാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പം അത് ഫുൾ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഉണ്ട്, അത് നമുക്ക് ക്ലെയിം ചെയ്ത് ഇത് പണിയാം. പക്ഷേ ഇവിടെ ഇത് പണിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബോഡി ഷോപ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടില്ലല്ലോ, വണ്ടി ബമ്പറേ കയറിയതേ ഉള്ളൂ, വണ്ടി ഓടുന്നില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്, ഗിയർ ഇടുമ്പോൾ ഓടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവരന്നപ്പോൾ പറഞ്ഞത് ബോഡി ഷോപ്പിൽ വേണം, കൊട്ടാരക്കര അവരുടെ തന്നെ ബോഡി ഷോപ്പുണ്ട്, അവിടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സർവീസ് സ്റ്റേഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ലളിത വണ്ടിയുടെ കൂളൻ്റൊക്കെ കുറവുള്ളതൊക്കെ ഒഴിച്ച് കമ്പ്യൂട്ടർ വഴി അതിനകത്ത് അടുത്ത ഡേറ്റ് ഇട്ട് കൊടുത്തു, വല്ല ബ്രേക്ക് വല്ലതും കുറവുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടി, ഇതൊക്കെ തന്നെ വൈപ്പർ മാറിക്കൊടുത്തു, ഇതൊക്കെ തന്നെ അവരുടെ ഉള്ളു. അവർ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്.
ഇവർ നമ്മളോട് സംസാരിക്കുമ്പം വൈഫിന് വണ്ടിയെപ്പറ്റി കൂടുതൽ അറിയില്ല, ഓടിച്ചുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ എനിക്ക് വണ്ടിയെപ്പറ്റി അറിയാമെന്നുള്ളതും ഇവർക്ക് പിടി കിട്ടിയില്ല. അപ്പോൾ ഇവരെന്നോട് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ വണ്ടിയുടെ പാർട്ടി ചോദിക്കുന്നുണ്ട്. ആ പാർട്ടി ഏത് പാർട്ടാണ് പോയത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മാനേജറാന്ന് കണ്ട് പിന്നെ അറിഞ്ഞു. അവിടെ ആരോ പറഞ്ഞു കൊടുത്തതാണ്, വണ്ടി നോക്കി ബോണറ്റ് നോക്കി ഒരു പറഞ്ഞു കൊടുത്തതാകാം. ആ പറഞ്ഞു കൊടുത്ത കംപ്ലൈൻറ്റിനെ മാനേജർ എലാബറേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇൻഷുറൻസിനെ കൊണ്ട് ക്ലെയിം ചെയ്യിച്ച് കൂടുതൽ കാശടിച്ച് മാറ്റുക എന്നുള്ളത് ഇവരുടെ പരിപാടിയാണെന്ന് മുൻകാലത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ആക്സിഡൻറ്റിൽ മനസ്സിലായി. ഇതുപോലെ എന്തോ ഒരു ചെറിയ കേസിന് ഈ വണ്ടി NCSൽ കൃഷ്ണപുരത്ത് കയറ്റി. അവിടെ കയറ്റിയിട്ട് 7,90,000 രൂപയുടെ പണിയാണ് ചെയ്തത്. ഇതേ വണ്ടിയുടെ ആദ്യത്തെ സംഭവം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെയാണ്. ഇലക്ട്രിക് വണ്ടിക്കോ? ഇതേ ഇലക്ട്രിക് വണ്ടിക്ക് 2022 കയറിയ വണ്ടി 2024 ജാനുവരിയിലാണ് കിട്ടിയിരിക്കുന്നത്. മാസം 30,000 വെച്ച് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കേണ്ട 1.5 വർഷത്തിന് മുകളിൽ NCS കിടക്കുക. അതെന്തായിരുന്നു സംഭവം? അത് നമ്മൾ വണ്ടി മേടിച്ച വർഷം നമ്മൾ ടാറ്റാക്കാരെ കൊണ്ട് തന്നെ ഇൻഷുർ ചെയ്യിച്ചു. രണ്ടാമത്തെ ഇൻഷുറൻസ് നമ്മുടെ മറ്റു വണ്ടികൾക്ക് ചെയ്യുന്നത് എങ്ങനെ അതേപോലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ഇൻഷുർ ചെയ്തു. അപ്പോൾ അത് ടാറ്റയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ടാറ്റാക്കാർ തന്നെ ഇൻഷുർ ചെയ്താൽ പെട്ടെന്ന് ക്ലെയിം കിട്ടും. അപ്പോൾ നമ്മളൊരു അബദ്ധം പറ്റിപ്പോയി, നമ്മൾ പുറത്ത് നമ്മളായിട്ട് ചെയ്യിച്ചു. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി പറയുന്നത് നിങ്ങൾ പൈസ പേ ചെയ്തിട്ട് വരൂ, നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഉദാഹരണം 7,90,000 നമ്മൾ പേ ചെയ്താൽ അവർ 5 രൂപ തരും, 5 ലക്ഷം തരും. നമ്മളെ പറ്റിക്കാനാണ്. അപ്പോൾ നമ്മളതിന് പോയില്ല. അങ്ങനെ അവസാനമായി ഇൻഷുറൻസുകാർ 1.5 വർഷത്തിന് ശേഷം പൈസ പേ ചെയ്തു. വണ്ടി നമുക്ക് ടാറ്റയിൽ നിന്ന് റിലീസ് ചെയ്തു. 1.5 വർഷത്തിന് ശേഷം? 1.5 വർഷത്തിന് ശേഷം. അപ്പോഴും 30,000 അടയ്ക്കുകയാണ്. ഈ 1.5 വർഷത്തിന് ശേഷം വണ്ടി ഇറങ്ങുമ്പോഴാണ് അറിയുന്ന വണ്ടിയുടെ ഏതോ ഒരു പാർട്ട് പോയി. വണ്ടി ഇറങ്ങി റെഡിയായിട്ട് കിടക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിലും ഏതോ ഒരു പാർട്ട് കിട്ടാനില്ല. അത് വരുന്നതിന് പിന്നെ 3 മാസം കൂടെ കിടന്നു. 3 മാസം കഴിഞ്ഞ് ഈ പാർട്ട് കിട്ടി. അതിന് ശേഷമാണ് 7,90,000 അവർ ക്ലെയിം ചെയ്തതിന് ശേഷം 2-3 മാസം കൂടെ കിടക്കുക. ഏതോ ഒരു ചെറിയ പാർട്ടില്ല, അത് വന്നിട്ടാണ് ഈ വണ്ടി കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ജൂൺ 10-ാം തീയതിയത്തെ കാര്യമാണ് രണ്ടാമത്തെ അപകടം. ഈ രണ്ടാമത്തെ അപകടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ കൊണ്ടിട്ടു. ഇവർ മാനേജർ പറയുകയാണ് അവിടുത്തെ ഏതെങ്കിലും ആൾക്കാർ റിപ്പോർട്ട് ചെയ്തായിരിക്കും, എല്ലാം കൂടെ മൊത്തം കൂടെ പോയി. അപ്പം വൈഫിനോട് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെ പാർട്ട് പോയി, പേര് പറയൂ. പേര് പറയുന്ന പറയുമ്പോൾ മാനേജർക്ക് അറിയില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഓട്ടോമൊബൈൽ വല്ലതും പഠിച്ചിട്ടുള്ള ആളാണോ അതോ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആളാണോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൻ്റെ പേരറിയുന്നില്ല എന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. ഷോറൂമിലെ മാനേജർക്ക് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ബോണറ്റ് തുറന്നു നോക്കി അവിടുത്തെ ഏതോ എംപ്ലോയി ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്നത്തെ കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു നമുക്കിത് ഇൻഷുർ ചെയ്യാം. അങ്ങനെ ഇൻഷുറൻസ് ചെയ്യുന്ന അസസ് ചെയ്യുന്ന ആൾ സ്ഥലത്തിൽ എവിടെ പോയിരിക്കും, അയാൾ വരുമ്പോൾ നമുക്ക് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 4-ാം ദിവസമാണ് നമ്മളോട് പറയുന്നത് ദാണ്ട കൊട്ടേഷൻ ഇതാണ്, 5,25,000 രൂപയുടെ കൊട്ടേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുക. നമ്മൾ നിയമപരമായിട്ട് പോകുന്നത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേറെ 2-3 വണ്ടിയൊക്കെ ഉണ്ട്. കൊട്ടേഷൻ അയച്ചു തന്നു നമ്മുടെ കയ്യിലുണ്ട്, വാട്സപ്പിലുണ്ട്, ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. 5,20,000 25,000 അങ്ങാണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കേന്ദ്രമന്ത്രിയെ വിവരം അറിയിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 5,25,000 കൊട്ടേഷൻ തന്ന വണ്ടി വെറും കരുനാഗപ്പള്ളിയിൽ 4,000 രൂപ ബില്ലിന് ചെയ്തു. 4,000 രൂപ ബില്ലെന്ന് പറയുമ്പോൾ 1,000 രൂപ നമ്മുടെ സന്തോഷത്തിന് കൊടുത്തു. അദ്ദേഹം 40 വർഷം ഗൾഫിൽ ടയോട്ടയിലും മറ്റ് അമേരിക്കൻ വണ്ടികളിലും വർക്ക് ചെയ്തിരുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, നല്ല പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ദാസ് മേശ്ശേരി എന്നാണ് പേര്. കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇച്ചിരി കിഴക്കോട്ട് മാറി. അപ്പോൾ ഈ വണ്ടി ഞാൻ അവിടെ നിന്ന് എടുപ്പിക്കുകയാണ്. വണ്ടി നിങ്ങൾ പണിയണ്ട, ഈ കൊട്ടേഷൻ വന്നോ പറഞ്ഞ് നിങ്ങൾ പണിയണ്ട, ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യട്ടെ ഈ വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ട്. വണ്ടി അവിടെ നിന്ന് എടുത്തു പോകുന്നതിന് ശേഷം വിളിച്ചിട്ട് 70,000 രൂപയ്ക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. 5,20,000 അതൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ശരിയാക്കാം. വണ്ടി എടുക്കുന്നതിന് മുമ്പ് രണ്ടാമത് വിളിച്ചിട്ട് വൈഫിനോട് പറഞ്ഞു ഒരു 70,000-75,000 രൂപയ്ക്ക് തീർക്കാം. അപ്പോൾ NCSലെ മാനേജറെ വിളിച്ച് സംസാരിച്ച് എന്താണ് ഈ 5 ലക്ഷം വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് ഇവിടെ തന്നെ ശരിയാക്കാം, 10,70,000 രൂപയുടെ കാര്യമേ ഉള്ളൂ. മറ്റേത് നമ്മളൊരു ഉദ്ദേശം പറഞ്ഞതാണ്, ഇളക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇവർ മാറാൻ തുടങ്ങി. അബദ്ധം മനസ്സിലായി. കൊട്ടേഷൻ തന്നും പോയി നമ്മുടെ റെക്കോർഡ് കിട്ടി. അപ്പോൾ അതിനകത്ത് ഇത് മാറിയിട്ട് ഒരു 75,000 രൂപ കൊണ്ട് ഇതിറങ്ങും. ഉടൻ തന്നെ ഇവിടുത്തെ NCSൻ്റെ മാനേജർ വീണ്ടും വിളിച്ച് അവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു വണ്ടി അവിടെ ചെയ്യില്ല,
വണ്ടി റിക്കവർ ചെയ്ത് എൻ്റെ ഈ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് താത്തു വെക്കുന്നതിന് മുമ്പാണ് ഞാൻ അവരോട് പറയുന്നത് വണ്ടി നല്ലതുപോലെ പൊക്കൂ. ആ റിക്കവറി വാൻ കൊണ്ട് തന്നെ ഹൈഡ്രോളിക്കിൽ ഉയർത്തിയിട്ട് ഞാൻ താഴെ കയറി മേളിലോട്ട് നോക്കിയിട്ട് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുകയാണ്. എന്തൊക്കെ പോയി? റേഡിയേറ്ററിന് കുഴപ്പമില്ല, ഫാനിന് കുഴപ്പമില്ല, ഡ്രൈവർ സൈഡ് ആക്സിൽ പുറത്തേക്ക് ചാടിയിരിക്കുക, വീൽ ആക്സിൽ. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് മോട്ടർ തെന്നി ഇതായിട്ട് ബോൾട്ട് ഇതായിട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ട് ഇടിച്ചു. ഫാനും റേഡിയേറ്ററും ആദ്യം അവർ പറഞ്ഞ കംപ്ലൈന്റ് ആയി. ഒരു വസ്തു ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു 10, 40, 50, 100 കിലോ ഭാരമുള്ള ഇതൊരു ഹാങ്ങിങ് സിസ്റ്റമാണ് ഇതിന്. താഴെ എല്ലാ പെട്രോൾ എഞ്ചിൻ്റെ ഫൗണ്ടേഷൻ പോലെ തന്നെ മേളിൽ സിംഗിൾ ഫൗണ്ടേഷനാണ്. അതിലിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടിരിക്കുക, ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതാണ് ചാടിയപ്പോൾ ഇത് പൊട്ടിയതിൻ്റെ കാരണം. മേളിലാണ് മെയിനായിട്ട് താഴെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മേളത്തേത് ഈ മോട്ടർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. 2 ബോൾട്ടിൽ എഞ്ചിൻ ഫൗണ്ടേഷനിൽ നിന്ന് 2 ബോൾട്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അത് വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നല്ല സിസ്റ്റം അത്. അത് മാത്രമല്ല ഇതിന് കുറച്ച് പ്ലേയും ഉണ്ട്, മോട്ടറിന് കേടുവരത്തില്ല. അപ്പോൾ താഴെ കിടന്ന് പോയി കഴിഞ്ഞപ്പോൾ ആക്സിൽ ചാടിക്കഴിഞ്ഞാൽ തിരിച്ചിടാം അല്ലേ? തിരിച്ചിടാൻ പറ്റും. വീലൊന്ന് ഊരിയിട്ട് ഇവിടുന്ന് ആക്സിൽ ഊരിയിട്ട് വീലേന്ന് ഊരിയിട്ട് ആദ്യം അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് അബിനകത്തോട്ട് നമുക്ക് വീണ്ടും ഇട്ടിട്ട് നമുക്ക് ആ 4 ബോൾട്ട് അടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിൽ അതിനകത്ത് വേണം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എണീച്ചിട്ട് വൈഫിനോട് പറയുകയാണ്, ഇത് മാക്സിമം 2000 ഒരു 3000 രൂപയ്ക്ക് തീരും, ഒരു സാധനവും കേടായിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ എണീച്ച് നിന്ന് ഈ ഫാൻ കറക്കി കാണിക്കുകയാണ്. ഫാൻ കറങ്ങുന്നുണ്ട്. സ്റ്റെക്കായി നിന്ന് കഴിഞ്ഞാൽ കൈകൊണ്ട് കറക്കിയാൽ കറക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു 2 ഫാനും ഓടുന്നു, സ്റ്റെക്കായിട്ടില്ല. അപ്പോൾ ഇവർ പിന്നെ ഈ കംപ്ലൈൻറ്റുകൾ പറഞ്ഞതിൻ്റെ അകത്ത് ഇവർ ഒന്ന് കള്ളത്തരം പറഞ്ഞു, ഒന്നും മാനേജർ ഇത് കണ്ടിട്ടില്ല. മാനേജർ പുള്ളിക്കാരൻ ഓഫീസിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സ്റ്റാഫ് ഇവിടെ പോയെന്ന് ബോണറ്റ് പൊക്കി. ഒന്നാമത്തെ കാര്യം ഒരു ഇര കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അടിച്ചു മാറ്റുക, ഇൻഷുറൻസിൽ നിന്ന് അടിച്ചു മാറ്റുക. അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ആദ്യത്തെ 790 കഥ ഞാൻ പറഞ്ഞത്. അത് NCS ആണെങ്കിലും നെക്സൺ ആണെങ്കിലും അടിച്ചു മാറ്റുന്നതിന് അവർക്ക് യാതൊരു ഇതുമില്ല. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഭാവിയിൽ എന്തെങ്കിലും പണി വന്നാൽ എനിക്ക് അവരുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഇവർ പ്രോഗ്രാം ചെയ്യുന്ന ഇവർക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ അവരുടെ കയ്യിലാണ്. പക്ഷേ ഈ ഇൻഷുറൻസുകാർ നമ്മളെ കൊണ്ടല്ലേ ജീവിക്കുന്നത് ശരിക്കും? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷം ആൾക്കാർ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇൻഷുറൻസിൻ്റെ മാനേജർ റിവ്യൂ ചെയ്യുന്നില്ല. അതായത് ഈ അസസർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും ഗവൺമെൻറ് ജോലിക്കാരനല്ല, ഇൻഷുറൻസുകാരനല്ല. അധികം പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങോ പഠിച്ച ആൾക്കാരത് ചെയ്യുന്നത്. അവരെ ഹയർ ചെയ്തിരിക്കുക. അവർക്ക് ഈ കമ്പനിയോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അവർ ഡയറക്റ്റ് എംപ്ലോയി അല്ല. ഡയറക്റ്റ് എംപ്ലോയി ആകുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം. ഇതങ്ങനെ വേണ്ട. ഒരു വണ്ടി പോയി അസസ് ചെയ്യുന്നതിന് ഇത്ര രൂപ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, കാരണം ഞാൻ 40 വർഷം വെളിയിൽ വർക്ക് ചെയ്തിട്ട് വന്ന ആളാണ് മെക്കാനിക്കൽ ഫീൽഡിൽ. അപ്പം ഈ അസസർ എന്ന് പറയുന്നതും ഞാൻ 40 വർഷത്തിന് മുമ്പത്തെ കാര്യം. ഇപ്പോൾ എനിക്ക് അവർ ഒരു ഉദ്യോഗസ്ഥനെ അസസ് ചെയ്യാൻ ഒരു എഞ്ചിനീയറെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. രണ്ടായാലും ഈ അസസർ വന്നിട്ട് ഏജൻസിയായിട്ട് ഒത്തു. എന്നുവെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയെ ചീറ്റ് ചെയ്യുന്നതിന് അസസർ കൂടിയിട്ട് അവർ അതൊക്കെ ഇട്ടിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുക്കുന്നു. എന്നാൽ ഈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാനേജർ ഈ അസസർ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കുന്നില്ല, റിവ്യൂ ചെയ്യുന്നില്ല. അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ എടുത്ത് കളയുന്ന സാധനം വേണമെങ്കിൽ ഈ അസസർ ചുമ്മി മാനേജറുടെ മുമ്പിൽ കൊണ്ടിട്ട് കൊടുക്കും. ഇതാണ് ഇതിനകത്ത് അസസർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഒന്നിൽ ഓട്ടോമൊബൈൽ അല്ലേ മെക്കാനിക്കൽ പഠിച്ചാൽ പണ്ടത്തെ രീതി അങ്ങനെയാണ്. പക്ഷേ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന മാനേജർ എന്ത് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ ടെസ്റ്റ് എഴുതി PSC അല്ലെങ്കിൽ UPSC ഒക്കെ എഴുതി വരുന്നവരാണ് അവർ. എല്ലാവർക്കും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. മോട്ടർ പോയി എഞ്ചിൻ ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മാനേജർക്ക് തന്നെ മനസ്സിലാകത്തില്ല. അതിൻ്റെ വില നോക്കി ആ വില എത്രയും കൊടുത്ത് അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ 7,90,000 ഇതുപോലൊരു സംഭവത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്കുണ്ടായ നഷ്ടമെന്ന് പറയുന്നത് 29,500 വെച്ച് ഞങ്ങൾ 1.25 വർഷം അടച്ചു. നമ്മളപ്പോഴും ടാറ്റയോട് ചോദിക്കുന്നത്, ഇത് ബാറ്ററി വേണ്ടിയാണ്, നിങ്ങൾ വല്ലപ്പോഴും ചാർജ് ചെയ്യുമോ, നാളെ ഈ ബാറ്ററി കൊള്ളാതെ വരുമോ എന്ന് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുമ്പോൾ ഈ വണ്ടി 1.5 വർഷക്കാലം അവരുടെ യാർഡിൽ കിടക്കുകയാണ്. മഴയും വെള്ളവും ചൂടും കൊണ്ട് കിടക്കുകയാണ് 1.5 വർഷക്കാലം. അപ്പോൾ ഇവരെങ്ങനെ ഈ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു?
അവർ പറയുന്നത് അവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ലത്, നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഈ 7,90,000 നമ്മളിപ്പോൾ പിടിക്കാനുണ്ടായ കാരണം. അന്ന് 1,00,000 രൂപയ്ക്ക് പണിഞ്ഞിറങ്ങിയിരുന്ന ഇന്ന് നമ്മൾ ചിന്തിക്കില്ല. ഇത് നമ്മുടെ മനസ്സിരിപ്പുണ്ട്. ഇനി ഇൻ കേസ് നമുക്ക് ഇൻഷുറൻസ് കിട്ടിയാലും നമുക്ക് ഇൻഷുറൻസ് വേണ്ട, സ്വന്തമായിട്ട് ഇത് പണിഞ്ഞ് ഇനി 50,000 രൂപ ആയാലും നമ്മൾ പണി അവരെ കൊണ്ട് പണിയിക്കില്ല എന്നൊരു തോന്നൽ വന്ന് അവരെ കൊണ്ട് പണിഞ്ഞാൽ 6 ലക്ഷം 5 ലക്ഷം പിടിക്കും. അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ നിന്ന് 50 പോയാലും കുഴപ്പമില്ല, അവർ ചീറ്റ് ചെയ്യരുത് നമ്മളെ. ആ ഒരു ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ വണ്ടി അവിടെ നിന്ന് തിരിച്ചു വരുത്തിയത്. ആ ടെൻഡൻസിയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇമ്പോർട്ടൻ്റ്. 5,90,000 നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ നിന്ന് 50,000 25,000 കൊടുത്താലും ഇൻഷുറൻസ് അവർക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നഗ്നമായിട്ട് അവർ നമ്മളെ പറ്റിക്കുകയാണെന്ന് നമുക്ക് കോൺക്രീറ്റ് എവിഡൻസാണ് കിട്ടിയിരിക്കുന്നത്. 5,25,000 കൊട്ടേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അവിടുത്തെ മാനേജർ നമുക്ക് തന്നിരിക്കുകയാണ്. ഇതേ മാനേജർ വണ്ടി നമ്മളവിടെ നിന്ന് റിക്കവർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അത് 70,000 കടന്നു. കാരണം കൊട്ടേഷൻ നമ്മുടെ ഈ വന്ന് പിടിവള്ളി നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. മോന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വണ്ടി ഇവിടെ കൊണ്ടിരുന്നത്. നമ്മൾ വണ്ടി പൊക്കിയിട്ട് വീണ്ടും നമ്മൾ അടിയിൽ നിന്ന് കണ്ടത് നമ്മൾ ദാസ്മേശ്വരിയെ കൊണ്ട് ശരിയാക്കി 4,000 രൂപ അദ്ദേഹത്തിൻ്റെ പണിക്കൂലി നമ്മൾ 1,000 രൂപ ഒരു സന്തോഷത്തിന് കൊടുത്തു. കാരണം ഈ വണ്ടി പെട്ടെന്ന് ഇറങ്ങിയല്ലോ, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ വണ്ടി നമുക്ക് ഇറങ്ങി എന്നുള്ള ഒരു സന്തോഷത്തിന് നമ്മൾ 1,000 രൂപ അദ്ദേഹത്തിന് സന്തോഷത്തിന് കൊടുത്തു. 5-20 പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് 5-15 അതിന് മേളിൽ ലാഭം പോക്കറ്റ് ഇരിക്കും. ഇതിപ്പം നമ്മളെ പോലെ എത്ര പേർക്ക് വണ്ടിയുടെ മെക്കാനിസം അറിയാം, എത്ര വെഹിക്കിൾ ഓണേഴ്സിൻ്റെ മെക്കാനിസം അറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരെ കിട്ടുക അത് പോയി ഇത് പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് അവർ ഇപ്പം നമുക്കിപ്പോൾ തെളിവൊന്നുമില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇൻഷുറൻസിൻ്റെ അസസറും അവരുമായിട്ട് ഒക്കുന്നു എന്നുള്ളതിന് തെളിവ് വന്നു. ഇപ്പോഴും 7,90,000 NCS പണിഞ്ഞത് എന്തു മാറിയെന്ന് നമുക്കറിയില്ല. വണ്ടിയുടെ ഉടമയെ വിളിച്ചിട്ട് ഇന്ന സാധനം മാറിയെന്ന് അവർ പറയണ്ടേ? ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വണ്ടി പണി തീർന്നു, ഓക്കെ നിങ്ങളൊന്ന് എടുത്തുകൊണ്ട് പോകുന്ന അറിയിക്കുമ്പോഴാണ് ഈ ബില്ല് കാണുന്നത്. അപ്പോഴാണ് ഇൻഷുറൻസുകാർ പൈസ കൊടുത്തില്ലെന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് എടുത്തുപോയി. അവസാനം നമ്മൾ അവരുടെ പുറകിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ കാശ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയിപ്പോൾ സംഭവിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ, ആൾക്കാർ വണ്ടിയുള്ളവർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, വണ്ടിക്കൊരു പണി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൻപുറത്തെ നല്ലൊരു മെക്കാനിക്കിനെ വണ്ടി കാണിക്കുക. എല്ലാവരുടെയും നാട്ടിൻപുറത്ത് ഗൾഫിൽ നിന്നൊക്കെ വന്ന നല്ല നല്ല പണിക്കാരുണ്ട്. അവർ ഈ വണ്ടി ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ വണ്ടിക്ക് ഈ പണിയുണ്ട്, ഇത് ശരിയാണോ? അപ്പോൾ അവരൊന്ന് നോക്കിയിട്ട് ഇവിടെ അവർക്കൊരു 500 രൂപ കൊടുക്കുക. അവർ ആ വണ്ടി ഒന്ന് വെരിഫൈ ചെയ്ത് ഇതിൻ്റെ പാർട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം തന്നെ എനിക്ക് വേറൊരു അനുഭവമുണ്ട്. ഞാൻ NCSലിരിക്കുക, എൻ്റെ കൂടെ സൗദി വർക്ക് ചെയ്തൊരു അദ്ദേഹം വന്നു, ഒരാൾ വന്നു, കൂട്ടുകാരൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം 16,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ടിയാഗോ വെട്ടുവിളിച്ചനെ പണിയൊക്കെ തീർന്നിറങ്ങുന്നതിന് മുമ്പ് 2 പാർട്ട് കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പാർട്ടിൻ്റെ ലിങ്ക് റാഡ്. അപ്പോൾ അദ്ദേഹത്തിന് വണ്ടിയെ പറ്റി വലിയ അറിയാം. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക. 2 ലിങ്ക് റാഡ് കൊണ്ട് കൊടുത്തു. ഇത് 2 പുതിയത് മാറി, ഇത് പഴയത്. അപ്പോൾ എനിക്ക് ചിരി വരികയാണ്. ലിങ്ക് റാഡെന്ന് പറയുന്നത് ശരാശരി, അത് ടാറ്റയെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നതില്ല. ടാറ്റ എന്നല്ല, ഏത് വണ്ടിയുടെയും, ഒരു ടയോട്ടയുടെ ആയിക്കോട്ടെ, ഏത് വണ്ടിയുടെയും ലിങ്ക് റാഡ് കുറഞ്ഞത് 1.5 ലക്ഷം കിലോമീറ്റർ പോകാതെ ലിങ്ക് റാഡ് പോകില്ല. ഏത് പന്ന കമ്പനിയുടെ വണ്ടിയുടെ ലിങ്ക് റാഡ് പോകത്തില്ല. അപ്പം ഞാൻ ഈ ലിങ്ക് റാഡ് ഇങ്ങനെ ഇദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ബോൾ ജോയിൻറ്റെ പിടിച്ചൊന്ന് അനക്കി നോക്കി. എന്നുവെച്ചാൽ ബോൾ ജോയിൻറ്റ് നല്ല ടൈറ്റായിട്ടിരിക്കണം, ലൂസാകരുത്, അത് നല്ല ടൈറ്റ്. അപ്പോൾ അതിന് ഒരു ഗ്രീസ് നിൽക്കാനായിട്ടൊരു ചെറിയൊരു കവറിങ് ഉണ്ട്, റബ്ബർ കവറിങ് ഉണ്ട്. അതിനൊരു ചെറിയ കീറ്റൽ വന്നു. ഇതാണ് മാറുന്നതിൻ്റെ കാരണം. ഇതിപ്പോൾ ആ ഒരു സംഭവമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് ഈ ബൂട്ടെന്ന് പറയുന്ന ബൂട്ടിൻ്റെ പ്രത്യേകത, നമ്മളടിക്കുന്ന ഗ്രീസ് ബൂട്ടിനകത്ത് നിൽക്കും. ആ ബൂട്ടിന് ശകലം ക്രാക്ക് വന്നിട്ടുണ്ട്. ആ ബൂട്ട് മാറ്റിയിട്ടാൽ പോരെ? മാറ്റാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല. അത് നിർമ്മിതി വരുന്ന ബൂട്ടാണ്. അത് ബൂട്ട് കീറിയെന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ കൂടെ മണ്ണിൽ കൂടെ ഓടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യേണ്ട ലിങ്കറാണ് 1 ലക്ഷം കിലോമീറ്ററിനകത്ത് ലാസ്റ്റ് ചെയ്യും. ഒരു 50,000 കിലോമീറ്റർ കുറയും ബൂട്ട് പൊട്ടിയോണ്ട്. അപ്പോൾ ഇനിയും ഓടിക്കാൻ പറ്റുമായിരുന്നത് ഇഷ്ടം പോലെ. ഈ മാറിയേക്കുന്ന ആൾ ലിങ്ക് റാഡ് എന്തിനാണ് വെച്ചേക്കുന്നതൊക്കെ അറിയില്ല. മോന് ലിങ്ക് റാഡ് വെച്ചേക്കുന്ന കാര്യം മനസ്സിലായി എന്തിനാന്ന്. അതായത് വണ്ടി കട്ടറി വീണ് ഷോക്ക് അബ്സറിൽ ഇങ്ങനെ അടിക്കുമ്പം ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ്
ഷോക്ക് അബ്സറിലുണ്ടാകുന്ന വൈബ്രേഷൻ അത് സ്റ്റിയറിംഗേ വരും. സ്റ്റിയറിംഗ് വരുമ്പോൾ സ്റ്റിയറിംഗ് വിറയ്ക്കാതിരിക്കാനാണ് ലിങ്ക് റാഡ് വെച്ചിരിക്കുന്നത്. ഇനി ലിങ്ക് റാഡ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ വിഷിലടിക്കുന്നുള്ള സൗണ്ട് വരും. 40 കിലോമീറ്റർ 50 കിലോമീറ്റർ വണ്ടി ഓടുമ്പോൾ വിഷിലടിക്കുന്ന സൗണ്ട് വരും ഡാഷ്ബോർഡിൽ. അതാണ് ലിങ്ക് റാഡ് പോയെന്ന് തെളിയിക്കുന്നത്. അതിന് പകരം 13,000 കിലോമീറ്റർ ഓടിയുടെ വണ്ടിയുടെ ലിങ്ക് റാഡ് മാറ്റുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അദ്ദേഹത്തിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ ഇനി പോകുമ്പം നിങ്ങളൊരു മെക്കാനിക്കിനെ ഒന്ന് കാണിക്കണം, ഞാൻ സർവീസിന് ചെയ്യാൻ പോകും, എന്തെങ്കിലും ഇതേ പാർട്ട് പോയിട്ടുണ്ട് ഏതാണെന്ന് എന്നോടൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഒരു 500 രൂപയുടെ ചിലവ്. എന്നിട്ട് നമ്മൾ പക്ഷേ അതൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ സർവീസ് ചെയ്തെങ്കിൽ തന്നാൽ മതി, വേറെ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് സാധാരണ മെയിൻ്റനൻസിൻ്റെ കളിപ്പീരാണ് ഞാൻ പറഞ്ഞത്. ഈ തട്ടും മുട്ടും വന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ എനിക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എൻ്റെ വണ്ടി ബാറ്ററി പോകുന്ന പെട്രോൾ എഞ്ചിനാവും. അതെങ്ങനെ? നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് ധാരാളം എഞ്ചിൻ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഒരു വണ്ടി സ്ക്രാപ്ഡ് ആയിട്ട് മാറുമെന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി ഒരു ആക്സിഡൻറ്റ്, നല്ല മേജർ ആക്സിഡൻറ്റ് അത് തന്നെ. അപ്പോൾ ബാക്ക് സൈഡ് ഇടിച്ചു, ഫ്രണ്ട് സൈഡ് കുഴപ്പമില്ല. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എഞ്ചിനിങ് എടുത്തു. അവിടെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന ആ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിലും എടുക്കുകയാണ്. ആ വണ്ടി സ്ക്രാപ്പ് ചെയ്താണോ, അതിൻ്റെ RC ബുക്ക് ക്യാൻസൽ ചെയ്തോ, അത്രയും ക്യാൻസൽ ചെയ്ത RC ബുക്കാണെങ്കിൽ ആ എഞ്ചിൻ നമ്മുടെ വണ്ടിയെ വെക്കുന്നതിന് RTOയ്ക്ക് നിയമപ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ലീഗലി തിരക്കായിരുന്നു. എനിക്ക് എത്രയോ അംബാസഡറിൽ ടയോട്ടയുടെ എഞ്ചിൻ ഇരിപ്പുണ്ട്. ഇന്ന് അംബാസഡർ കമ്പനിയില്ല. പല ആൾക്കാരും അംബാസഡർ വണ്ടി പുതുക്കി പണിഞ്ഞ് അതിനകത്ത് പെട്രോൾ എഞ്ചിൻ എടുത്ത് കളഞ്ഞിട്ട് ടയോട്ടയുടെ എഞ്ചിൻ വെച്ചതുകൊണ്ട്, മിറ്റ്സുബിഷി വെച്ചതുകൊണ്ട്. അപ്പോൾ അത് പോസിബിൾ ആണ്. എന്തുകൊണ്ട്? ഞാൻ ഉദാഹരണം തന്നില്ലേ. കേരളത്തിൽ ഏതാണ്ട് 1000 ചില്ലുവാനം വണ്ടി നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആൾക്കാരുടെ ഇരിപ്പുണ്ട്, അംബാസഡർ ഇരിപ്പുണ്ട്. അതിൻ്റെ എഞ്ചിനൊന്നും അംബാസഡറിൻ്റെ പെട്രോൾ എഞ്ചിനല്ല. ഓക്കെ, ഞാൻ എന്നാൽ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം സാറ് പറഞ്ഞത് ഒരു സ്ക്രാപ്പ് എഞ്ചിൻ മേടിച്ച് നമ്മളത് റെഡിയാക്കി ഇതിനകത്ത് വെക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ഞാൻ 2 ഇതാണ് ചോദിക്കുന്നത്. ഒന്ന്, ബാറ്ററി റീപ്ലേസ് ചെയ്ത്, ബാറ്ററി ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ബാറ്ററിക്ക് ഇത് കംപ്ലൈൻറ്റ് വന്നു, നമ്മൾ സെല്ലായിട്ടും റിപ്പയർ ചെയ്യാൻ പറ്റാതെ ഇവർ സെല്ലായിട്ട് മാറ്റാന്നുള്ളത് അങ്ങനെയല്ല. ഇപ്പോൾ 1,60,000 കഴിഞ്ഞാൽ ഉടനെ ഒന്നും ബാറ്ററി പോയില്ല. ഇല്ല, അത് അവരുടെ വാറണ്ടി തന്നിരിക്കുന്നത്. ഇതിനകത്ത് 1-2 ബാറ്ററി പോയി കഴിഞ്ഞാൽ അതായിട്ട് മാറ്റത്തില്ല, നമുക്ക് മാറ്റാം. ഒരു 5 ബാറ്ററി പോയി, 5 ബാറ്ററി മാറി വെക്കാം. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഒരു സ്ക്രാപ്പ് ഇതായിട്ട് ചെയ്ത് വെക്കുന്ന എടുത്ത് വെച്ച് അത് സ്ക്രാപ്പിൻ്റെ അകത്ത് നിന്ന് എടുത്ത് ഇത് അല്ലല്ല, ആദ്യം ബാറ്ററിയുടെ അങ്ങ് പറഞ്ഞേ. അല്ല, 1,60,000 കഴിഞ്ഞിട്ട് അല്ലെ 2 ലക്ഷം കഴിഞ്ഞാലും ബാറ്ററി പോകില്ല. ചാർജിങ്ങിൻ്റെ എണ്ണം കൂടും. നിങ്ങളൊരു മൊബൈൽ മേടിച്ചപ്പോൾ ആദ്യം ഫുൾ ചാർജായി, 10 മിനിറ്റ് കൊണ്ട് അല്ലെ 20 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജായി, പിന്നെ 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജായി. ആകുന്ന ബാറ്ററി നിങ്ങൾക്ക് വൈകുന്നേരത്ത് വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വന്നു. ആദ്യം മേടിച്ചപ്പോൾ 2 ദിവസത്തിൽ പോലെ. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ 4 ലക്ഷം ഓടിയാലും ബാറ്ററി വാറണ്ടി വരുമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ആ സെല്ലുകളായിട്ട് മാറ്റുക, നമ്മൾ എത്ര സെല്ല് പോയി ആ സെല്ല് മാറി വെക്കണം. ഓക്കെ, അപ്പോഴും ആൾക്കാർ ടാറ്റായി ചെല്ലുവാണ്. ഇപ്പോൾ ഞാൻ ടാറ്റായ്ക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാണ്ടെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ നമ്പർ എടുത്തു, അവരുടെ മെയിൽ ID എടുത്തു. എനിക്ക് സമയം കിട്ടുന്നില്ല ഒന്നിരിക്കാൻ. എന്താണ് എൻ്റെ വണ്ടിക്ക് പറ്റിയത്, എവിടെയാണ് പാളിച്ച പറ്റിയത്, ഞാൻ ഈ വിവരം ടാറ്റയെ അറിയിക്കുകയാണ്. പക്ഷേ ടാറ്റ എന്ത് ആക്ഷൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് ഇത് ടയോട്ട ആയിരുന്നെങ്കിൽ അവരുടെ ആൾക്കാർ വരും, അവർ അന്വേഷണം നടത്തും, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കും. പക്ഷേ ടാറ്റയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി ചിലപ്പോൾ തന്നേക്കും. അല്ല, ജസ്റ്റ് ഒരു മറുപടി മാത്രം പോരാ. കാരണം പറഞ്ഞിട്ടുണ്ടല്ലേ, വെറുതെ അവരുടെ ഔദാര്യത്തിന് അവർ എത്ര എന്താ അറിയോ, ഈ പ്രീ ക്വാളിഫിക്കേഷൻ അല്ലാതെ കാണുന്നവർക്കൊക്കെ ഏജൻസി കൊടുക്കുന്ന അവർ എന്ത് അന്വേഷണം നടത്തുന്ന ഈ പറയുന്നത്. അതല്ല, പക്ഷേ ഇത് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച്, നമ്മൾ അധ്വാനിച്ച് പൈസ കൊടുത്ത് മേടിച്ച്, നമ്മൾ ഇതിൻ്റെ പലിശ ഉൾപ്പെടെ ലോൺ എടുക്കുമ്പോഴത്തേക്ക് പലിശ ഉൾപ്പെടെ എടുത്ത് അടച്ചിട്ടാണ് ഈ വണ്ടി അവരുടെ എടുക്കുന്നത്. അന്നേ ഇപ്പം ഇതിനുള്ള ഒരു സൊല്യൂഷൻ അവർ തന്നെ കണ്ടെത്തണം. യഥാർത്ഥത്തിൽ ടാറ്റ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്കാരുടെ കൊടുത്തിരുന്നെങ്കിൽ, മുൻകാലം ഏതെങ്കിലും വണ്ടിയുടെ ഏജൻസി എടുത്ത് നടത്തിയിട്ടുള്ള ആൾക്കാരുടെ കൊടുത്താൽ ഒരു പക്ഷേ അവർ ഇച്ചിരൂടെ ഭംഗിയായിട്ട് കൊണ്ടുപോകും. നമ്മളിപ്പോൾ ടയോട്ടയുടെ അവസ്ഥ എന്താ? ഏറ്റവും സർവീസ് കോസ്റ്റ് വളരെ കുറവാണ് ടയോട്ട ചെന്നാൽ. ഏറ്റവും ചെറിയ പൈസയ്ക്ക് നമുക്ക് സർവീസ് ചെയ്യാം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ വളരെ ക്ലീൻ ഏരിയ. അവർ സാനിറ്റൈസ് ചെയ്യുന്നവരും കണ്ടു. ആരാണ് ഈ സാനിറ്റൈസർ ഇറക്കിയത്? ബെൻസ്, വോൾവോ, യൂറോപ്യൻ കമ്പനികൾ. അത് കഴിഞ്ഞ് ടയോട്ട, അത് ജപ്പാൻ കമ്പനിയാണ്. അവർ വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വരെ സാനിറ്റൈസ് ചെയ്തിട്ടേ നമുക്ക് തരത്തുള്ളൂ, ഇരിക്കുന്ന സീറ്റ് വരെ. അപ്പം നമ്മുടെ ബെൻസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് തരുന്നത്? ഒരു ടാറ്റയ്ക്ക് നെഗറ്റീവേ ഉള്ളൂ ആരും, എന്നാൽ പോസിറ്റീവ് ഒരു കാര്യമുണ്ട്.
ഇതിനകത്തിരിക്കാനുള്ള സുഖം ഭയങ്കര സുഖമാണ്. മറ്റേത് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റയ്ക്ക് അകത്തിരുന്ന് യാത്ര ചെയ്യാനുള്ള സുഖം നല്ലതാണ്. പിന്നെ ആകെ ഒരു സുഖം എന്ന് പറയുന്നത് നമ്മുടെ ബെൻസിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ SUV ഇരിക്കുന്ന സുഖം തന്നെ ഒരു പക്ഷേ ബെൻസിനേക്കാൾ ഇച്ചിരൂടെ സുഖമുണ്ട് ടാറ്റയ്ക്കകത്ത്. അത് ചിലപ്പോൾ ഇലക്ട്രിക്കൽ ആയതുകൊണ്ടാകാം. അങ്ങനെ ഒരു നല്ല പ്ലസ് നമുക്ക് പറയാനുണ്ട്. ഒരു ക്വാളിറ്റി പറയാനുള്ളത് അതാണ് ടാറ്റയ്ക്ക്. ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത് സർവീസ് സ്റ്റേഷൻ പ്രശ്നം തന്നെയാണ്. അത് ടാറ്റ വണ്ടിയുള്ളവർക്കെല്ലാം ഈ സംഭവം അറിയാം. പലരും മിണ്ടുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇൻഷുറൻസ് ചെയ്ത് പോയത് നമുക്കെന്തോ കാര്യം, നമ്മുടെ ഇൻഷുറൻസ് അല്ലേ. നിങ്ങൾക്ക് വേണ്ടി കിടക്കുകയാണ് 15 വർഷം ഇൻഷുറൻസ് കമ്പനി. നിങ്ങൾ ഏത് ഇൻഷുറൻസ് കമ്പനി എടുത്താലും എവിടെ പൈസ ഡിഡക്റ്റ് ചെയ്താലും പുതിയതായിട്ട് എടുക്കാൻ പോകുന്നിടത്ത് ആകെയുള്ള കണക്ക് അവിടെ വരും. അല്ല ഞാൻ ഓറിയൻറ്റിൽ നിന്ന് എടുത്താണ്, ഇനിയിപ്പോൾ നാഷണലി ചെയ്യുമ്പം നമുക്ക് കുഴപ്പമൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എവിടെ പൈസ കട്ട് ചെയ്താലും ഓരോ തവണ കൂട്ടി അടുത്ത ഇൻഷുറൻസ് കമ്പനി റെക്കോർഡ് കിടപ്പുണ്ട്. റെക്കോർഡ് ഓൾറെഡി തന്നെ എല്ലായിടവും കിടപ്പുണ്ട്. എവിടെ നിന്ന് ചെയ്താലും ഒന്നുമില്ല. ഇപ്പോൾ വാറണ്ടിയിൽ എന്തൊക്കെ കിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല. എക്സ്റ്റെൻഡഡ് വാറണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസും ഒക്കെ ക്ലെയിം ചെയ്ത് പോകും. പക്ഷേ അധിക സാധനവും തരത്തില്ല അവർ. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് പോയെന്ന് പറയും. ഒന്നുകിൽ കൊച്ചാട്ടം വേലി കെട്ട്, ഞാൻ കല്യാണത്തിന് പോകാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ കല്യാണത്തിന് പോകാം, കൊച്ചാട്ടം വേലി കെട്ട്. രണ്ടായാലും കൊച്ചാട്ടം വേലി കെട്ടണം. അത്രയേ ഉള്ളൂ. അപ്പം സാറിൻ്റെ വിലയേറിയ സമയം ചാനലിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷം. എന്താ അറിയാം, ഞാനിത് മെയിനായിട്ട് ഇതിന് ഇരുന്നത് എനിക്കിതിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. ഞാനിത് സംഭവിച്ചതിൻ്റെ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വെട്ടിന് കിടക്കുകയാണ്. കുറച്ചെങ്കിലും ഇതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാം ഒരുപാട് വിമർശനങ്ങൾ ഇതിനകത്ത് വരും. ഇതങ്ങനൊന്നും അല്ല, ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വാചമടിക്കുന്ന ആൾ അതിൻ്റെ അടുത്ത ദിവസം പോയി ഇതിനകത്ത് വീഴും. ഇന്ന് വീണിട്ടില്ല, നാളെ വീഴുമ്പോൾ അദ്ദേഹം ശരിയാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ വണ്ടി മേടിക്കുമ്പോഴാലോചിക്കുക, വണ്ടി പണിയാൻ കയറ്റുമ്പോൾ ആലോചിക്കുക. ഇതൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതുകൊണ്ടൊക്കെ ഒന്ന് ആലോചിക്കാനല്ല. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, വിമർശിക്കാതിരിക്കാം. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ മോനെ, എന്നാൽ ആയിക്കോട്ടെ എന്നാൽ.